ഹായ്, വെബ് ഡെവലപ്മെൻറ്റ് സീരീസിലെ 6ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മളപ്പം വെബ്സൈറ്റ് സ്ട്രക്ചർ ബിൽഡ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ പാരഗ്രാഫ്സ് അല്ലെങ്കിൽ കോണ്ടൻറ്റ്സ് ആഡ് ചെയ്തു. നമ്മൾ ഇമേജസ് കഴിഞ്ഞ സെഷനിൽ ആഡ് ചെയ്തു. ഇന്ന സെഷനിൽ നമ്മളെങ്ങനെ ഹൈപ്പർ ലിങ്ക്സ് ഒരു വെബ് പേജിൽ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആങ്കർ ടാഗ് എന്ന HTML ടാഗാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സെഷൻ കഴിയുന്നതോടെ നമ്മൾ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്ത് കഴിയും. ഇതുവരെ ഈ സീരീസിൽ ഒരു വീഡിയോ കാണാത്തവർ ഇതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയുള്ള അടുത്ത സെഷനിലൊക്കെ നമ്മൾ CSS അല്ലെങ്കിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എങ്ങനെയാണ് വെബ്സൈറ്റിൽ നമ്മൾ ഡിസൈൻ പക്കയാക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ സീരീസിൽ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം സാഹിർ. ഈ ചാനലിൽ നമ്മൾ ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രോഗ്രാമിംഗ്, ടെക്നോളജി, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോകളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ ഗോൾ തന്നെ ഒരു ഫ്രഷറിനും ടെക് കരിയർ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളും ആ കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളും യൂസ്ഫുള്ളും ആയിരിക്കും ഈ ചാനൽ. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. അപ്പോൾ എന്തായാലും ഇവിടെ MDN വെബ് ഡോക്സ് എന്നുള്ളതൊരു ലിങ്കാണ്. സോ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡേർഡ് ലിസ്റ്റിന് താഴെയായിട്ടാണ് ലിങ്ക് വരുന്നത്. സോ അപ്പോൾ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു HTML ടാഗ് എന്ന് പറയുന്നത് A ടാഗാണ്, ആങ്കർ ടാഗ്. ഈ MDN വെബ് ഡോക്സ് എന്നുള്ള ഒരു ടെക്സ്റ്റിന് നമുക്ക് A ടാഗിനകത്ത് റാപ്പ് ചെയ്യാം. ഇനി A ടാഗിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ടാണ് href എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട്. ഈ MDN വെബ് ഡോക്സ് എന്നുള്ള ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജിലോട്ട് റീഡയറക്റ്റ് ആവണം എന്നുള്ളത് നമ്മൾ ഈ hrefനകത്താണ് മെൻഷൻ ചെയ്യുന്നത്. സോ hrefനകത്ത് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട പേജിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു പേജിലോട്ടാണ് റീഡയറക്റ്റ് ആവേണ്ടത്. സോ ഈ ഒരു URL കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേജ് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയും ഒരു ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് MDN വെബ് ഡോക്സിലോട്ട് പേജ് റീഡയറക്റ്റ് ആവും. സോ തിരിച്ച് ബാക്കിലോട്ട് പോവാം. അപ്പോൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത് A ടാഗാണ്. A സ്റ്റാൻഡ്സ് ഫോർ ആങ്കർ ടാഗ്. ഈ A ടാഗിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ടാണ് href. hrefനകത്താണ് ഏത് പേജിലോട്ട് റീഡയറക്റ്റ് ആവണം എന്നുള്ളതിൻ്റെ URL മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ MDN വെബ് ഡോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സെയിം പേജിൽ തന്നെയാണ് ആ ഒരു പുതിയ പേജ് ലോഡാവുന്നത്. പക്ഷെ നമുക്കത് വേണ്ട. പുതിയൊരു ടാബിൽ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിനായിട്ട് A ടാഗിൻ്റെ തന്നെ വേറൊരു ആട്രിബ്യൂട്ടാണ് ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട്. ഇവിടെ ടാർഗറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് 4 വാല്യൂസ് ഉണ്ട്: ബ്ലാങ്ക്, പാരൻറ്റ്, സെൽഫ്, ടോപ്പ്. നമുക്കിപ്പോൾ ആവശ്യം ബ്ലാങ്ക് ആണ്. സോ ബ്ലാങ്ക് കൊടുത്തു. ദെൻ സേവ് ആൻഡ് റിഫ്രഷ്. ദെൻ ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ടാബിലായിരിക്കും ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നത്. ഇനി നമ്മുടെ വെബ്സൈറ്റിൽ ഈ മെയിൻ ഹെഡിങ്ങിന് താഴെയായിട്ട് 4 ലിങ്ക്സ് ഉണ്ട്: ബ്ലോഗ്, ചലഞ്ചസ്, ഫ്ലെക്സ് ബോക്സ് ആൻഡ് CSS ഗ്രിഡ്. ഈ ഒരു വെബ്സൈറ്റിലെ മൾട്ടിപ്പിൾ പേജസിലോട്ട് റീഡയറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ 4 ലിങ്ക്സ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു നാവിഗേഷൻ ബാറാണ്. സോ ഇവിടെ നമുക്ക് 4 ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ബ്ലോഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ആവേണ്ടത് blog.html എന്ന് പറഞ്ഞ ഒരു ഫയലിലോട്ടാണ്. സോ ആദ്യം നമുക്ക് blog.html എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കാം. ഇനി hrefനകത്ത് ആ ഫയലിൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി: blog.html. അപ്പോൾ നമ്മളിവിടെ ബ്ലോഗ് എന്ന് പറഞ്ഞ ലിങ്കും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് ബാക്കിലോട്ട് പോകാനായിട്ട് ഒന്നുകിൽ നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബ്ലോഗിന് താഴെയായിട്ട് ഗോ ബാക്ക് എന്നുള്ളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യാം.
അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് തരാം. ഇവിടെ ബ്ലോഗിന് താഴെയായിട്ട് ബാക്ക് ടു ഹോം എന്നുള്ളൊരു ലിങ്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ആ ലിങ്കിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മുടെ index.html ഫയലിലോട്ട് റീഡയറക്റ്റ് ആവണം. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഈ blog.html h1 താഴെയായിട്ടാണ് നമുക്ക് ലിങ്ക് വേണ്ടത്. സോ href ഇതുപോലെ നമുക്ക് ഈ 4 ലിങ്ക് കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ index.html ഇവിടെ ഈ 3 ലിങ്കിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ജസ്റ്റ് ഹാഷ് എന്ന് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ആക്റ്റീവ് ആകത്തില്ല. ജസ്റ്റ് ടെക്സ്റ്റ് ആയിട്ടായിരിക്കും ബ്രൗസർ അതിനെ കാണിക്കുന്നത്. കണ്ടിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ആയിട്ടാണ് CSS ഗ്രിഡിനെ ഇവിടെ കാണിച്ചത്. സോ നമ്മുടെ ലിങ്ക് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ, ലിങ്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഏത് പേജിലോട്ട് നാവിഗേറ്റ് ആവണം എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടില്ല, അതിന് പകരം ജസ്റ്റ് ഹാഷ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ചെയ്യാനുള്ളത് ഈ റിലേറ്റഡ് പോസ്റ്റിൻ്റെ സെക്ഷനാണ്. സോ റിലേറ്റഡ് പോസ്റ്റ് എന്ന ഈ സെക്ഷനകത്ത് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ആണുള്ളത്. ആ ഒരു ലിസ്റ്റ് ഐറ്റത്തിനകത്ത് ഒരു ഇമേജ് ഉണ്ട്, ഒരു ആങ്കർ ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റും ഉണ്ട്. സോ അത് ക്രിയേറ്റ് ചെയ്യാം. ഏറ്റവും താഴെയായിട്ട് ഹെഡിങ് നമുക്കൊരു H4 കൊടുക്കാം. then another ലിസ്റ്റ് ഐറ്റത്തിനകത്ത് ആദ്യം ഒരു ഇമേജ് ആണ് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഇമേജസിൻ്റെ ഫോൾഡറിനകത്തോട്ട് കയറണം. ദെൻ അതിനകത്ത് റിലേറ്റഡ് 1.jpg. ഇമേജിൻ്റെ വിഡ്ത്ത് കുറയ്ക്കണം. ആദ്യത്തെ ലിസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതുപോലെ 2 ഐറ്റം കൂടിയുണ്ട്. സോ കോപ്പി പേസ്റ്റ് ചെയ്യാം.
സോ റിലേറ്റഡ് പോസ്റ്റിൻ്റെ ആ ഒരു സെക്ഷനും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫൂട്ടറാണ് വേണ്ടത്. ഫൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ഏറ്റവും ലാസ്റ്റ് എൻഡിലായിട്ട് വരുന്ന ആ ഒരു സെക്ഷനാണ് നമ്മൾ ഫൂട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് ഫൂട്ടർ സെക്ഷൻ. സോ ഫൂട്ടർ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു ടെക്സ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് ആ ടെക്സ്റ്റ് അങ്ങ് എഴുതാം. ഇനി ഇവിടെ നമുക്ക് ഈ കോപ്പി റൈറ്റ് എന്നുള്ള ഈ ഒരു സിമ്പൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത്, അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ HTML എൻറ്റിറ്റീസ് യൂസ് ചെയ്യണം. സോ HTML എൻറ്റിറ്റീസ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ ഒരുപാട് വെബ്സൈറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്കിവിടെ വേണ്ടത് കോപ്പി റൈറ്റിൻ്റെ ഈ ഒരു സിമ്പലാണ് നമുക്കിവിടെ ആവശ്യം. സോ കോപ്പി റൈറ്റ് എന്നുള്ള ഈ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്മുടെ വെബ്സൈറ്റിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് എൻറ്റിറ്റി നെയിം യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻറ്റിറ്റി നമ്പർ യൂസ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റിനെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു സിമ്പൽ ഇവിടെ വന്നിട്ടുണ്ടാവും. സോ അപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ HTML എൻറ്റിറ്റീസ് യൂസ് ചെയ്യണം. ഏത് സ്പെഷ്യൽ ക്യാരക്ടറാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ എൻറ്റിറ്റി നെയിം അല്ലെങ്കിൽ എൻറ്റിറ്റി നമ്പർ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ prettier എന്തോ ഒരു എറർ നമ്മുടെ കോഡിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ബോഡി ടാഗ് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു നൈസ് സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോഡിൽ കുറച്ചുകൂടെയൊക്കെ സ്ട്രക്ചർ വരുത്തേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് HTML സെമാൻറ്റിക്സ് എന്താണെന്നും അതുപോലെ തന്നെ HTML സെമാൻറ്റിക്സ് യൂസ് ചെയ്ത് നമ്മുടെ കോഡിനെ എങ്ങനെ കുറച്ചുകൂടി സ്ട്രക്ചർ ചെയ്യാമെന്നും നോക്കാം.